നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഭയം അഥവാ പേടി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ള ഒരു കാര്യം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയമില്ലാതെ ജീവിച്ച ഒരു ദിവസം പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയല്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഭയമോ പേടിയോ ഇല്ല. ചിലപ്പോൾ ഉണ്ടാവും, മറ്റു സമയങ്ങളിൽ ഇല്ല. അതൊരു വലിയ പ്രശ്നമല്ലല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ സത്യം അതല്ല. ഞാൻ പേടി എന്ന് പറയുന്നത് ഒരു ഹൊറർ ഫിലിം കാണുമ്പോൾ ഉള്ള ആ അനുഭവത്തെയല്ല. ഭയം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രിയപ്പെട്ട ഒരു സാധനം, ഒരു കാര്യം നമുക്ക് ഇല്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ വിട്ടു പോകുമോ എന്നുള്ള ചിന്ത, അതാണ് ഭയം. അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമില്ലേ? അതേപോലെ ഹസ്ബൻഡിന് വൈഫിനെ കുറിച്ചും വൈഫിന് ഹസ്ബൻഡിനെ കുറിച്ചും കാമുകന് കാമുകിയെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളിലും സാലറിയെ കുറിച്ചും പഠിത്തത്തെ കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ കുറിച്ചും പുതിയ കാറിനെ കുറിച്ചും, അങ്ങനെ എല്ലാത്തിനും കുറിച്ചും നിങ്ങൾക്കൊരു ഭയമില്ലേ? പക്ഷെ ഈ വിചാരങ്ങളെ നമ്മൾ ഒരിക്കലും ഭയമായി കാണുന്നില്ല. പക്ഷെ ഇതും ഭയം തന്നെയാണ്. ഈ ഭയമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഭയമുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഭയം നൽകുന്നത്. ഉദാഹരണത്തിന്, ഒരു അമ്മയ്ക്ക് അവരുടെ മക്കൾ, ഒരു അമ്മയ്ക്ക് ഏറ്റവും സ്നേഹം അവരുടെ മക്കളോടല്ലേ? പക്ഷെ ആ മക്കൾ തന്നെയാണ് ആ അമ്മയ്ക്ക് ഏറ്റവും അധികം ദുഃഖവും ഭയവും രണ്ടും നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്നതാണ്. ഇത് കാണാനുള്ള അറിവ് നിങ്ങൾ വളർത്തിയെടുക്കണം. സത്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും. ശരി, ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ഉദാഹരണത്തിന് പോവാം. ഒരു അമ്മ മക്കളില്ലാത്ത സമയം അവർ വളരെ ദുഃഖത്തിലായിരിക്കും. പിന്നെ ഉണ്ടായതിനു ശേഷം ആ ദുഃഖം ഇല്ലാതാകുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ആ, എൻ്റെ പ്രശ്നം മാറി അല്ലേ? ആണോ? അല്ല. മക്കളില്ലാതപ്പം ദുഃഖം ഉണ്ടപ്പം അവർ തന്നെ വിട്ടു പോകുമോ എന്നൊരു ഭയം, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങി. നിങ്ങൾ ആഗ്രഹിച്ച കാർ വാങ്ങുന്നത് വരെ അയ്യോ, എനിക്ക് കാർ ഉണ്ടാവോ എന്നൊരു ഭയമുണ്ടേനു, ഒരു ദുഃഖമുണ്ടേനു. കാർ വാങ്ങിയതിന് ശേഷമോ ദുഃഖം മാറി. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഒരു ഭയം വന്നു. എൻ്റെ പുതിയ കാറിന് വല്ലതോ സംഭവിക്കുമോ? റോഡിൽ വലിയ ട്രാഫിക്കിൽ പോകുമ്പോൾ കാറിന് ആക്സിഡൻ്റ് ആവുമോ? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അതിനെ സ്ക്രാച്ച് ചെയ്യുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടായാലും നമ്മൾ പുറത്ത് കയറി ആ കാറ് നന്നായിട്ട് പരിശോധിക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഈ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ഒരു സാധനം ഇല്ലാത്തപ്പോൾ ദുഃഖവും അത് കിട്ടുമ്പോൾ ഭയവും ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ ജീവിതം. ഈ ജീവിതത്തിൽ മുഴുവൻ ഉള്ളത് ദുഃഖവും ഭയവും മാത്രമാണ്. പക്ഷെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോടൊപ്പം ചോദിക്കണം. എല്ലാ ഭയത്തിൻ്റെയും കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, നിങ്ങളുടെ ആശകളാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം അല്ലേ അത് നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള ഭയമുള്ളത്?
പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനത്തിന് എന്തെങ്കിലും ആവുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഒരു ഭയം നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. ഈ ലോകത്ത് നമ്മൾ സന്തോഷം തേടുന്ന ഓരോ കാര്യം നമുക്ക് ദുഃഖവും തരും. അത് മാറ്റാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും എത്ര തന്നെ നിങ്ങളുടെ ആശയങ്ങളുടെ പിന്നാലെയോ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെയോ അലയുന്നതോ ഓടുന്നതോ അത്ര കാലം ഈ ഭയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ലോകത്തുള്ള മനുഷ്യർക്ക് ഒരു ശീലമുണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്. അവർക്ക് സന്തോഷം നൽകുന്ന സാധനങ്ങളെല്ലാം കണ്ടെടുത്ത് വെച്ചിട്ട് മറ്റതൊക്കെ പുറത്തു കളയാം. പക്ഷേ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കുണ്ട് ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ അതെല്ലാം നിങ്ങൾക്ക് വേണം. പക്ഷേ അതിന് കൂടെ വരുന്ന ആ ദുഃഖം, ആ ഭയം, അത് നിങ്ങൾക്ക് വേണ്ട. പക്ഷേ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് ഇല്ല. എവിടെ ആഗ്രഹങ്ങളോ ആശകളോ ഇഷ്ടങ്ങളോ ഉണ്ടോ അവിടെ ദുഃഖവും ഭയവും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെയും ആശകളുടെയും കോൺസിക്വൻസസ് നിങ്ങളെല്ലാവരും അനുഭവിച്ചേ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോൾ ആ കടയിലുള്ള ആൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമാണ് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ ആ കാറ് വാങ്ങാനുള്ള ആഗ്രഹം അധികാക്കാൻ വേണ്ടിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ ആ കാറ് വാങ്ങിയാൽ അതോടൊപ്പം പറഞ്ഞ ആ ഭയത്തിനെ കുറിച്ച് അവർ അഡ്വർടൈസ് ചെയ്യില്ല. അങ്ങനെയാ ഈ ലോകത്തെ ആൾക്കാർ പരസ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പരസ്യം ചെയ്തിട്ട് അതോടൊപ്പം പറഞ്ഞ ദുഃഖത്തെ പരസ്യം ചെയ്യില്ല. അവർ പലതും പറയും, ഓ ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. ആൾക്കാർ നിങ്ങൾ ഇതിൽ പോണത് കണ്ടാൽ അവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര പണക്കാരനാണ്, നിങ്ങൾ ഭയങ്കര റിച്ച് ആണ് എന്ന്. അങ്ങനെ പലതും പറയും ഇവർ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം ഉണ്ടാക്കാം. പക്ഷെ അതേ സമയത്തിൽ ആ സെയിൽസ്മാൻ ആ കടയിലുണ്ട ആൾ അവർക്കും ഒരു ആഗ്രഹമുണ്ട്, അതാണ് പൈസ. അവർ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അവർക്കും അറിയില്ല അവർ നേടിയ പൈസ ഒരു ദിവസം അവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം അവരുടെ അടുത്ത് ഉണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയണം, ഈ ലോകത്തുണ്ട് മനുഷ്യർക്ക് ഭയവും ദുഃഖവും ഉണ്ടാവുന്നത് അവരവരുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന കൊണ്ട് മാത്രമേ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇല്ലാമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഭയമുണ്ടാവില്ല, ദുഃഖമുണ്ടാവില്ല. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയമില്ല, ഒരു ദുഃഖമില്ല. കാരണം ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ അതെല്ലാം ഇല്ലാതാക്കാനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. അതാണ് എല്ലാവർക്കും ആവശ്യം. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കിയാൽ, ആ മാർഗത്തിൽ പോയാൽ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഭയമോ ദുഃഖമോ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയാണ്, ആ ഒരു വികാരമാണ് നിർവാണം അല്ലെങ്കിൽ മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിനെ വിട്ടിട്ട് പോകുന്നത് മാത്രമല്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖവും ഭയവും വിഷമവും ഇല്ലാത്ത ആ അവസ്ഥയും മോക്ഷമാണ്. അതാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയത്. അങ്ങനത്തെ ഒരു ജീവിതത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ജീവിതമാണ് നിങ്ങളുടെ ലക്ഷ്യമാവേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.